ഒരാളുടെ ആത്മഹത്യ ഉണ്ടായിട്ട് പോലും അയാളുടെ ആത്മഹത്യാക്കുറിപ്പിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഞാൻ ജീവൻ ഹോമിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ട് പോലും ഒരു മനുഷ്യരും പുറത്തു വന്നില്ലേ ഈ കാര്യങ്ങൾ വിളിച്ചു പറയാൻ? മാധു, അതൊരു ഇരുണ്ട കാലമായിരുന്നു എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഈ ആ സംഘടനയെ സംബന്ധിച്ചും ആ സംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്നവർ പോലും ഇപ്പോൾ പല കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കാണേണ്ട ഒരു കാര്യം. പ്രധാനമായും മൈക്രോ ഫൈനാൻസ്, അതായത് കെ മഹേഷിനെ മരണത്തിലേക്ക് നയിച്ച മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് കുറ്റപത്രങ്ങൾ നൽകാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ ആണ് അവർക്ക് ഏറ്റവും ക്രൂഷ്യലായ ചില മൊഴികൾ കൂടി ലഭിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇത്രയും കാലം പുറത്തു പറയാൻ ഭയപ്പെട്ടിരുന്നവർ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് മടിച്ചിരുന്നവർ പലരും ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണമാറ്റം കേരളത്തിന്റെ സർക്കാരിന്റെ ഭരണമാറ്റം മാത്രമല്ല, ആ സംഘടനയിലെ നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൂടി ഇവരുടെ എല്ലാം മേലുണ്ടായിരുന്നു. ഈ ഭരണമാറ്റത്തോടെ അത് ഒരു പരിധിവരെ ഒഴിയുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഇങ്ങനെയെങ്കിലും പുറത്തു വരുന്നത്. കുടുംബം മുൻപ് തന്നെ വലിയ ഫൈറ്റിലാണ്, അവർ പോരാട്ടത്തിലാണ് എങ്കിൽ പോലും അവരെ സഹായിക്കാൻ സന്നദ്ധത ഉണ്ടായിരുന്നവർ പോലും മുന്നോട്ട് വരാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്മർദ്ദത്തിലായിരുന്നു. അതിനൊരു ഒരു അറുതി ഉണ്ടാകുന്നു. അനിൽ, മാരാരിക്കുളം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ എത്ര വർഷമായിരിക്കുന്നു? 2022 മാരാരിക്കുളം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ മറ്റു നിൽക്കക്കള്ളി ഇല്ലാതാണ് അവരത് ചെയ്യേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2020 ജൂണിലാണ് അദ്ദേഹം മരിക്കുന്നത്, ജീവൻ എടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ജീവൻ എടുക്കുമ്പോൾ തന്നെ അത് ഒരു കാര്യം കൂടെ പറയാം, അതായത് അദ്ദേഹം പലതവണ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയെ കണ്ടും മറ്റും പറയുന്നുണ്ട്, എന്നെ ഈ വിധം പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതെ വരും, ഞാൻ ജീവൻ എടുക്കും. ഞാനും എൻ്റെ ഒരു ആത്മഹത്യയെക്കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറയാതെ വായിച്ചു പോകാൻ കഴിയില്ല മധു. അതിൽ ഒന്നിൽ പറയുന്നുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും കൂടി അങ്ങ് യൂണിയൻ ഓഫീസിൽ വന്ന് ജീവൻ എടുക്കും എന്ന് പോലും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ ഇത്ര ദീർഘമായി കൈപ്പടയിൽ എഴുതി വെച്ച ഒരു ആത്മഹത്യയെക്കുറിപ്പ് ഞാൻ എൻ്റെ ഈ ജോലി ചെയ്ത കാലത്ത് എങ്ങും കണ്ടിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും അത്തരം ഒരു വികാരമാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷെ അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും യാതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ പോയി എന്നുള്ളതാണ്. മാത്രമല്ല അനിൽ, 2022 ഈ മാരാരിക്കുളം പോലീസ് പുതിയ കേസൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ മഹേഷിനെ കുറിച്ച് പറഞ്ഞത് എന്നതും ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ്, പുറത്തു പറയാൻ കൊള്ളില്ല കെ മഹേഷിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും എന്നായിരുന്നു അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. 15 കോടിയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുവരെ അദ്ദേഹം അന്ന് പറയുകയാണ്. അത്ര കാലം കൂടെ നടന്ന ഈ മരണത്തിന് തൊട്ടടുത്ത ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വാർത്താ സമ്മേളനം നടത്തി ഇത്തരം കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും ഒരു തരത്തിലൊരു പ്രതിരോധം അല്ലെങ്കിൽ ഇവരുടെ പിടിച്ചു നിൽക്കാൻ ഒരു കൈത്താങ്ങും ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ SNDP യോഗത്തെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പക്കൽ നിന്ന് അവർ പലതവണ സമീപിച്ച്, നേരിട്ടും അല്ലാതെ എല്ലാം പലപ്പോഴേ സമീപിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഇവരെല്ലാം കാത്തിരിക്കുകയായിരുന്നു എന്ന പ്രതീതി തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, മൈക്രോ ഫിനാൻസ് കേസ് പോലെ വ്യാപകമായിരിക്കും ഇത്രയധികം കോടികളുടെ ക്രമക്കേടും തട്ടിപ്പും ഒക്കെയുള്ള ഒരു കാര്യം കണിച്ചുകുളങ്ങര ഓഫീസിലുള്ള ഒരു ഓഫീസ് സെക്രട്ടറിയുടെ മാത്രം ഭാഗത്തു നിന്ന് ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു കേസാണെന്ന് വെള്ളാപ്പള്ളി എത്ര ആവർത്തിച്ച് പറഞ്ഞാലും വിശ്വസനീയമാണോ? അതും വെള്ളാപ്പള്ളിക്ക് സർവാധിപത്യമുള്ള ഒരു യൂണിയനുമായി ബന്ധപ്പെട്ട്? ഒരിക്കലുമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ മഹേഷിനെ ഈ മൈക്രോ ഫിനാൻസ് നടത്തിപ്പിന്റെ കോർഡിനേറ്ററായി നിയമിച്ചിരുന്നു എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമോ മറ്റു അവകാശങ്ങളോ ഒന്നും കെ മഹേഷിന് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അദ്ദേഹം ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഒന്നിൽ അദ്ദേഹം എടുത്തു പറയുന്നത്. അതൊക്കെ ചെയ്തിരുന്നത് ആരാണ് എന്നുള്ള കാര്യം കൃത്യമായി എനിക്കറിയാമെന്ന് പറഞ്ഞ് അദ്ദേഹം പേരുകൾ സഹിതം പറയുന്നുണ്ട്. പോലീസ് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് ആ പേരുകൾ നമ്മളിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ കൃത്യമായി കെ മാസ്റ്റർ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിന് നേരിട്ട് പങ്കാളിത്തം ഇല്ലാത്ത മറ്റ് യൂണിയനുകളുടെ ഈ തട്ടിപ്പടപാടിന്റെ അന്വേഷണത്തിന് വേണ്ടി അദ്ദേഹത്തിന് നോട്ടീസുകൾ വന്നുകൊണ്ടേയിരുന്നു. ആകെ കെ മഹേഷിനെ പ്രതിയാക്കിയിരുന്നത് ഒരു കേസിൽ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനൊപ്പം പ്രതിയാക്കിയിരുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ പിന്നീട് ആരുടെയോ സമ്മർദ്ദത്തിന്റെ ഫലമായി അവർ ഉറച്ചു വിശ്വസിക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനത്തിലാണ്. മറ്റൊരുപാട് പോലീസ് ഓഫീസുകളിൽ നിന്നായി അവർക്ക് മഹേഷിന് നോട്ടീസുകൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി ഒരു മരണത്തിലേക്ക് തള്ളിവിടുക തന്നെയായിരുന്നു അന്നത്തെ നേതൃത്വം ഉദ്ദേശിച്ചത് എന്നാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം FIR-ൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹേഷിനെ അതിൽ കുടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതികൾ മാനസിക സമ്മർദ്ദത്തിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ FIR-ൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായ രേഖയിൽ എഴുതുമ്പോൾ തുടരന്വേഷണം നടക്കുമെന്നാണല്ലോ എല്ലാവരും കരുതുക. അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന ചോദ്യത്തിന് ഇനി മറുപടി ഉണ്ടാകുമോ? അതിൽ തീർച്ചയായിട്ടും മറുപടി ഉണ്ടായേ മതിയാവും. കാരണം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം ഇക്കാര്യത്തിൽ സമാധാനം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു കേസിലും ഇല്ലാത്തതുപോലെ ഇത്ര വിപുലമായ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇതിലെ ഒരു വസ്തുതയും മൂടി വെക്കാൻ കഴിയുന്നതല്ല. വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങൾ വരെ സാക്ഷികളും തെളിവുകളും സഹിതമാണ് കെ മഹേഷൻ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഇതൊന്നും മൂടി വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പേരിനെങ്കിലും അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അത് കുഴിച്ചു മൂടാതെ ബാക്കി അവശേഷിപ്പിച്ചത് എന്ന് വേണം പറയാൻ. ഈ ഘട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒട്ടേറെ സാമ്പത്തിക ഇടപാടുകൾ, മൈക്രോ ഫിനാൻസ് കേസ് മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ഒരാളായിരുന്നു കെ മഹേശൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ ഒരു അടുപ്പക്കാരനെ ഇനി മുന്നോട്ട് കൂടെ കൊണ്ടുപോകുന്ന അപകടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അനിൽ ഇമാനുവലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതി ചേർക്കുന്നു എന്നതിൽ മനോവേദന കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് 2020 കെ മഹേശന്റെ ആത്മഹത്യാക്കുറിപ്പ് വിശദമായിരുന്നു. 32 പേജ് ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെയും അവിടുത്തെ ഓഫീസ് സെക്രട്ടറിക്കെതിരെയും അതിനോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കും എതിരെയും ഒക്കെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പീഡിപ്പിക്കപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടിയാണ് താൻ തന്റെ ജീവൻ ഹോമിക്കുന്നത് എന്ന് എഴുതി വെച്ചു. അത് FIR-ലുമുണ്ട്. പക്ഷേ അന്വേഷണം എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ VM സുധീരന്റെ ഇടപെടലോടുകൂടി അന്വേഷണത്തിന് ജീവൻ വെക്കുകയാണ്.